എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചണ്ഡീഗറിലാണ്, പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ചണ്ഡീഗറിൽ. അപ്പോൾ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ചട്ട്പീർ സൂ. അപ്പോൾ ആ സൂ കാണാനാണ് ഇന്ന് പോകുന്നത്. ഇത് ചണ്ഡീഗർ ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരമാണ്. നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങും അതിൻ്റെ റേറ്റും കാര്യങ്ങളാണിത്. സ്കൂട്ടറിന് 10 രൂപ, പിന്നെ കാറിനും SUV-നൊക്കെ 20, ബസ്സിന് 100. ബൈസൈക്കിളിന് ഫ്രീ ആണ്. പിന്നെ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഇൻ ദ നെയിം ഓഫ് ഗവൺമെൻറ്, അതും ഫ്രീ ആണ്. എൻട്രി. ഇങ്ങനെ പഞ്ചാബിൻ്റെ മണ്ണിലെ ആദ്യത്തെ കാഴ്ച കാണാൻ പോവാണ്. ചണ്ഡീഗഡ് എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ ക്യാപിറ്റലാണ്, നമുക്കറിയാം. അതിൽ ഏറ്റവും വലിയ സൂ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാഴ്ച കാണാം. ടിക്കറ്റ് കൗണ്ടർ, നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ക്ലോസ് ചെയ്യുന്ന ടൈം 4 മണിയാണ്. അഡൽട്ടിന് 100 രൂപ, ചിൽഡ്രന് 50 രൂപ. ഇപ്പോൾ എൻട്രി ഫീ 100 രൂപയാണ്. ബാക്കി സഫാരിനും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിരിക്കും, അതൊക്കെ ഉള്ളിലായിരിക്കും. അപ്പം നമുക്ക് പോവാം. ഇതാണ് സൂവിൻ്റെ പേര്, മഹേന്ദ്ര ചൗധരി സുവോളജിക്കൽ പാർക്ക്, അല്ലെങ്കിൽ ചട്ട്പീർ സൂ എന്നാണ്. എൻ്റെ എൻട്രി ഇതായി, അതിലൂടെയാണ് എൻട്രി ചെയ്യേണ്ടത്. അതിൻ്റെ കാഴ്ച എൻട്രി. നമുക്ക് കാണാം. വെൽക്കം ടു ചട്ട്പീർ സൂ. സൂ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ്. 60 രൂപയാണ് ഒരു ഇതിന്. അപ്പോൾ ആ കാണുന്ന ആ വണ്ടിയില്ലേ, ആ വണ്ടിയിൽ നമ്മളിത് എടുക്കുക. മൊത്തം 5-6 കിലോമീറ്റർ ഉണ്ട് ഇത് മൊത്തം ചുറ്റിക്കറങ്ങാൻ. അപ്പോൾ ആ 5-6 കിലോമീറ്റർ കാണാൻ നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും. ക്ഷീണമാവുന്ന മാത്രമല്ല, ഒരുപാട് സമയം പോകും. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു വണ്ടിയുടെ ടിക്കറ്റ് 60 രൂപയാണ് ഒരു ഇതിൽ. അപ്പോൾ അത് 5-6 പേര് അതിൽ കയറാം. അപ്പോൾ നമുക്ക് കൂളായിട്ട് എല്ലാ സ്ഥലവും കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതാണ് വണ്ടി. വണ്ടിയിൽ ഞാൻ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ഇതിൽ നമുക്ക് മുഴുവൻ കറങ്ങി പോകും. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ യാത്ര തുടങ്ങി. 6 കിലോമീറ്ററിൻ്റെ ഇതാണ്. കണ്ട മാനുകൾ. ഇതൊരു ടൈഗറാണ്. അപ്പോൾ ടൈഗറിൻ്റെ കാഴ്ചയാണ് അതായത്. ടൈഗറൊക്കെ ഇപ്പോൾ എണീറ്റിട്ടുണ്ടോ ആവോ. ആളുകൾ നിൽക്കുന്നുണ്ട്. ആ സ്ഥലം പോയി നോക്കാം. വൈറ്റ് ടൈഗറാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ. റോയൽ ബംഗാൾ ടൈഗറാണ്. ഇതിലിപ്പോൾ വൈറ്റ് ടൈഗർ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ടൈഗറിൻ്റെ മാറിയാണ് നിൽക്കുന്നത്. കറക്കളി കാണാം. നമ്മൾ നേരത്തെ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത വണ്ടി അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു അവർ മുങ്ങിയതാണെന്നല്ല. അപ്പോൾ ഏതൊക്കെ വണ്ടി ഇതിലൂടെ പോകുന്നു അതിലൊക്കെ നമുക്ക് ഈ ബാൻഡുള്ളവർക്ക് കയറാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേറൊരു വണ്ടി വന്ന് ആ വണ്ടിയിൽ നമ്മൾ ഏതൊക്കെ വണ്ടി ഇതിലൂടെ പോകുന്നു നമുക്ക് ഓരോ വ്യൂ പോയിൻ്റ് ഇങ്ങനെ നമുക്ക് കാണാം. इधर आई घोड़ा अंदर पानी तो बाहर हुआ तो टाइम पे गर्मी है ना इस टाइम।
ഹിപ്പോപ്പൊട്ടാമസ്. മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ ഇവിടെ കുറച്ച് പച്ചപ്പുണ്ട്. മറ്റ് ചണ്ഡീഗറിലും മറ്റ് ഏരിയയിൽ ഇത്ര പോലും പച്ചപ്പില്ല. ഇപ്പം ഇവിടെ കുറച്ചുണ്ട് കാടുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ. അപ്പോൾ പഞ്ചാബിൽ ഞാൻ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ടൈഗർ, ഹിപ്പോപ്പൊട്ടാമസ്, ഇനി അടുത്തത് എലിഫൻ്റാണ്. എലിഫൻ്റ് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അത്രയും വലിയ ജീവിയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ആണ് ആന. ആന എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. അതൊരു കാഴ്ച വസ്തു ഇവിടെയാണ്. ഇതാണ് കേട്ടോ, 2 ആനയുണ്ട്. അപ്പം ഇതിന് ഇത്രേ ഏരിയ ഉള്ളൂ നടക്കാനൊക്കെ. ഞാനിങ്ങോട്ട് തന്നെ നോക്കുന്നല്ലേ. ഒരു മയിലിനെ കണ്ട, എന്താ വലിയ വെള്ളം കുടിക്കുന്ന മയിൽ. മയിലൊക്കെ ഇഷ്ടം പോലെ, അതിനൊന്നും കൂട്ടിലടക്കേണ്ട ആവശ്യമില്ല. പനിനീർ തെളിക്കടാനെ, പനിനീർ തെളിക്കാനെ, പനിനീർ തെളിക്കുന്ന. ഉള്ളത് ഹൈന, വുൾഫ്, ലയൺ സഫാരി, ക്യാൻഡി, പിന്നെ വൈൽഡ് ഡോഗ്, ലെപ്പേർഡ്, അതൊക്കെ.